ന്യൂനപക്ഷം വരുന്ന ഒരു സമൂഹം മാത്രമാണ് സമൂഹത്തിനെ കുറിച്ച് കോൺഷ്യസും അതേപോലെ തന്നെ പ്രതികരിക്കുന്ന ആൾക്കാരും ന്യൂനപക്ഷം വരുന്ന ഒരു സമൂഹമാണ്. ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഈ പ്രതികരിക്കുന്ന ആൾക്കാരുടെ ഈ എന്താ പറയുക, അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണല്ലോ. ഈ പ്രതികരിക്കുന്നതിലൂടെ സ്വാതന്ത്ര്യം നേടുക, പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ന്യൂനപക്ഷം വരുന്നൊരു സമൂഹം ഒറ്റപ്പെടുകയല്ലേ ചെയ്യുക സത്യത്തിൽ. ഈ ഒരു പ്രശ്നത്തിൽ വേണ്ടി ഇടപെടുന്ന, സമൂഹത്തിലെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഇടപെടുന്നത് ഒരു ന്യൂനപക്ഷം എന്നുള്ളത് ഒരു സ്ഥലത്തെ മാത്രം പ്രത്യേകതയല്ല. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല അത്. ലോകത്തിലെ എവിടെ നോക്കിയാലും ഏതൊരു പ്രതികരണ ശേഷിയുള്ള വിഭാഗവും ആ ദേശത്തെ ജനസംഖ്യയുടെ ന്യൂനപക്ഷം മാത്രമായിരിക്കും. ആ സമയത്ത് ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ പ്രശ്നത്തിൽ പോലും ചെറിയൊരു പക്ഷം ആളുകൾ പങ്കെടുക്കുമ്പോൾ ഭൂരിഭാഗം പേരും അതിൻ്റെ എതിർപക്ഷത്തായിരിക്കും, അഥവാ അവർ നിസ്സംഗരായിരിക്കും ആ വിഷയത്തോട്. അവരവരുടെ കാര്യം നോക്കി, അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി, അവരുടെ സുരക്ഷിതത്വം നോക്കി അവർ ജീവിച്ചു പോകും. ഇപ്പോൾ അങ്ങനെയല്ലാതെ ഞാൻ ഇതുവരെയുമുള്ള ഇത്രയും കാലത്തെ ചരിത്ര പഠനത്തിൽ, ദേശപഠനത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് പാലസ്തീനിൽ മാത്രമേ ഉള്ളൂ. പാലസ്തീനിൽ 90% ആളുകളും പോരാട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയാം, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യക്കാർ മുഴുവൻ പങ്കെടുത്തു എന്നാണ് ധരിക്കുന്നത്. ഒരിക്കലും പങ്കെടുത്തിട്ടില്ല. ഒരു ന്യൂനപക്ഷം മാത്രമാണ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് കഷ്ടപ്പെടാൻ ഇറങ്ങിയത്. ഇപ്പോൾ കേരളം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിലാകെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് മലബാർ മേഖലയിൽ കുറേ പേര്, കോഴിക്കോട് കേന്ദ്രമാക്കി കുറേ പേര്, മലബാർ കലാപം അടക്കമുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ. പിന്നെ തിരുവനന്തപുരത്താണ്. കൊച്ചിയിൽ സത്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം നമ്മൾ ചോദിച്ചാൽ വളരെ ചിരി വരും. ഒരു കൈവിരൽ നമുക്ക് എണ്ണാം. ആകെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കൊച്ചി രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ. ഇപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഉള്ളത് നമ്മുടെ തൃശ്ശൂർ തന്നെ എടുക്കുക. ഇപ്പോൾ നമ്മളിരിക്കുന്ന തൃശ്ശൂർ, നിങ്ങൾ തേക്കുംകാട് മൈതാനത്തിൽ പോയിട്ടുണ്ട്, അമ്പലത്തിൽ പോയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് കയറി വരുന്ന വഴിയിൽ, നായിക്കനാലിൻ്റെ അപ്പുറത്ത് കയറി വരുന്ന വഴിയിൽ, കുറുപ്പൻ റോഡ് കയറി വരുന്ന വഴിയിൽ ഒരമ്പലമുണ്ട്, ഒരു ഗണപതി ക്ഷേത്രം. സത്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തോടുള്ള തൃശ്ശൂർ ജനതയുടെ മനോഭാവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഗണപതി ക്ഷേത്രം. ആ ഗണപതി ക്ഷേത്രം അവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നെഹ്റുവും ഗാന്ധിയും അടക്കമുള്ളവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രസംഗിക്കാൻ വരുന്ന അവിടെയായിരുന്നു. നെഹ്റു കോർണർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വിദ്യാർത്ഥി കോർണറിൻ്റെ ഇപ്പുറത്തുള്ള ആ ജംഗ്ഷൻ, അവിടെയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ ജനകീയ സമരങ്ങളും നടന്നത്. അങ്ങനെ ഇരിക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു വനിതാ കോൺഗ്രസ് നേതാവ് വരുന്നു. അവരുടെ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ തൃശ്ശൂർ തന്നെയുള്ള രാജഭക്തരായ, ബ്രിട്ടീഷ് ഭക്തരായ കുറച്ച് പേർ കൊണ്ടുവന്ന് ഒരു ഗണപതി അവിടെ പ്രതിഷ്ഠിച്ചു. അത് പ്രതിഷ്ഠിച്ച എന്തിനാ? ഈ മീറ്റിംഗ് നടക്കാതിരിക്കാനാണ്. എന്നിട്ട് അന്ന് കെ കരുണാകരൻ അടക്കമുള്ള നേതാക്കന്മാരുടെ നിലപാട് ഈ പ്രതിമയെടുത്ത് കളയാനായിരുന്നു. അപ്പോൾ കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാടിനെ പോലുള്ള പൂർണ്ണ ഗാന്ധിയന്മാരായ ആളുകൾ പറഞ്ഞ് അത് മാറ്റണ്ട, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് സമരസ്ഥലം മാറ്റാം. അത് കഴിഞ്ഞ് 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ആ ക്ഷേത്രം അത് ക്ഷേത്രമാക്കി. ഈ കരുണാകരനൊക്കെ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനായി ഇവിടെ ഇത് പഠിക്കാൻ വേണ്ടി, ചിത്രകല പഠിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന സമയം, രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. അപ്പോഴാണ് ഈ സമയത്ത് ഈ ക്ഷേത്രം പിന്നീട് ഈ സ്വർണത്തിൻ്റെ മേൽക്കൂര ഉണ്ടാക്കി ഒരു നിത്യക്ഷേത്ര, വിശുദ്ധക്ഷേത്രമാക്കി മാറ്റി. സത്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തോടുള്ള കേരളത്തിൻ്റെ, തൃശ്ശൂരുകാരുടെ മനോഭാവമാണ് ആ ക്ഷേത്രം. അത് ഭൂരിപക്ഷം പേരും അതിനോട് പക്ഷമായിരുന്നു. ഭൂരിപക്ഷം പേരും അവിടെ പോയി തൊഴുവും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അന്നും ഇത് എല്ലായിടത്തും ഉള്ളതാണ്. കേരളത്തിന് സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കും ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രമാണ്. പക്ഷേ ഈ ന്യൂനപക്ഷം തങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ ത്യജിക്കാൻ തയ്യാറാകുന്നതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നത് ഈ പങ്കെടുക്കാത്ത ഭൂരിപക്ഷം പേരുമാണ്. അവരിതിലൊന്നും പങ്കെടുത്തവരായിരിക്കില്ല, ഒരു നഷ്ടവും അവരുടെ ജീവിതത്തിൽ അവർ വരുത്തിയിട്ടുള്ളവരല്ല. പക്ഷേ അവർ ആയിരിക്കും ഈ ന്യൂനപക്ഷത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഗുണങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഈ ന്യൂനപക്ഷം അന്ന് എല്ലാം നഷ്ടപ്പെടുത്തി പാടുപെട്ട ന്യൂനപക്ഷം മരണപ്പെട്ടവരുണ്ട്, കുടുംബസ്വത്ത് പോയവരുണ്ട്, ആരോഗ്യം നശിച്ചവരുണ്ട്. പക്ഷേ ഇവർക്ക് പിന്നെ നമ്മൾ ചരിത്രത്തിലും കാണില്ല.
പിന്നെ വേണ്ടി വന്നാൽ ഈ ഭൂരിപക്ഷത്തിൽ നിന്ന് ചില ആളുകൾ ഞങ്ങളാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയ അല്ലെങ്കിൽ ഇന്ന വിപ്ലവം നടത്തിയത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ഇത് സ്വാതന്ത്ര്യ സമരത്തെ ഉപയോഗിച്ച് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ ഏതൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും CPM ആണെങ്കിലും CPI ആണെങ്കിലും ML പ്രസ്ഥാനങ്ങളാണെങ്കിലും തങ്ങളുടെ ഏറ്റവും വലിയ വിപ്ലവമായിട്ട് എടുക്കുന്ന പുന്നപ്ര വയലാറാണ്. പുന്നപ്ര വയലാർ സമരത്തെയാണ് കൊണ്ടാടുന്നത് കമ്മ്യൂണിസ്റ്റുകാർ, ഞാനടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ 1957 സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ തള്ളപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം കൊടുത്ത കുന്തക്കാരൻ പത്രോസ്, തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. ആ മനുഷ്യനെക്കുറിച്ച് വേദനയോട് ഫിലിപ്പ് മാത്യു എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ എഴുതുന്ന ഒരു സംഭവമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ഒരു എക്സിബിഷൻ നടക്കുക. ഈ എക്സിബിഷനിൽ തകിട്ടുപായ് വിൽക്കുന്ന, ഈ ചകിരി കൊണ്ടുള്ള തകിട് വിൽക്കുന്ന ചെറിയൊരു കടയുമായിട്ട് ഈ മനുഷ്യനിരിക്കുക. EMS അടക്കമുള്ള നേതാക്കന്മാർ അതിലേ വന്നു. ഇവരാരും ഇയാളെ കാണാതെ കടന്നു പോകുമ്പോൾ കുന്തക്കാരൻ പത്രോസ് നിറഞ്ഞ കണ്ണുകളോടെ അത് നോക്കി നിന്നു എന്നൊരു DGP തന്നെ പറയുകയുണ്ടായി. കാരണം കുന്തക്കാരൻ പത്രോസിനെ തള്ളിക്കളഞ്ഞ അയാൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. അയാൾ ഒരു ദളിത് കൃഷ്ണനായ ഒരു മനുഷ്യൻ മാത്രമാണ്. പുള്ളി തള്ളിക്കളയാൻ ഇടയാക്കിയ സംഭവം പറഞ്ഞ കാരണമാണ് അതിലും ഏറ്റവും രസം. കൽക്കത്ത തീസിസ് അനുസരിച്ചാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ലോകത്തിൽ തന്നെ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിലെ വീടുകളിൽ നിന്ന് നെയ്ത്തുകാർ ചകിരി നെയ്ത്തുകാർ ഉണ്ടാക്കിയ ചകിരിയുടെ തകിടുകൾ മേടിച്ച് കൊണ്ടുവന്ന് അത് വിൽക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അതിലെ പാരാവാരങ്ങളുടെ അകമ്പടിയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി കടന്നു പോകുന്നത്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ചരിത്രത്തിൽ ആരും കാണാതെ പോയത്? ഈ തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച CPയുടെ പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനം മുഴുവനേറ്റ, തൻ്റെ ജീവിതത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തിയ ആ മനുഷ്യന് ഒന്നുമില്ലാതെ മാറുമ്പോൾ CPക്ക് സിന്ദാബാദ് വിളിച്ച CPയെ പുകഴ്ത്തിയവർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണെന്ന് പറഞ്ഞ് അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ ഇതെല്ലാ കാലത്തും സംഭവിക്കുന്നതാണ്. അതിൽ ഏറ്റവും നമുക്ക് ഒരു വല്ലാത്ത വേദന തോന്നുന്നത് കുന്തക്കാരൻ പത്രോസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയെന്ന് പറഞ്ഞു. എന്തിനാണ് പുറത്താക്കിയത്? പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് കൽക്കത്ത തീസിസിനോടനുബന്ധിച്ചാണ്. അഖിലേന്ത്യാ കമ്മിറ്റി പാസ്സാക്കി, അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് പാസ്സാക്കിയ ഒരു പ്രമേയം നടപ്പാക്കിയതാണ്. ആ പ്രമേയം പാസ്സാക്കിയത് നടപ്പാക്കി എന്ന കുറ്റം പറഞ്ഞാണ് കുന്തക്കാരൻ പത്രോസിനെ പുറത്താക്കുന്നത്. എന്നിട്ട് ഭൂരിപക്ഷം വരുന്ന ഭരണവർഗമോ അവർ ആ സമരത്തെ വീണ്ടും ഐതിഹാസിക സമരമായി കൊണ്ടാടുകയും ചെയ്തു. ഇത് എല്ലാ കാലത്തും സംഭവിക്കുന്ന. ഇത് ഒരൊറ്റ കാര്യം ചോദിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഈ പറയുന്ന സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടും പോരാടുന്ന ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? അല്ല. ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നീതിയുടെ പക്ഷത്ത് നിന്ന് പോരാടുന്ന ന്യൂനപക്ഷമായ ആളുകൾ ഒരിക്കലും എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവരിത് വിശ്വസിച്ചുകൊണ്ടല്ല അവരിറങ്ങുന്നത്. അവർ ഇറങ്ങുന്നത് തങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ആ വിഷയത്തിന് സമർപ്പിച്ചുകൊണ്ടാണ്. അവരെ ഇതിൽ നിരാശപ്പെടുത്തുകയോ ആശപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ആശപ്പെടുത്തുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ കാലമായിട്ട് ഇവിടെ ഒരു പ്രക്ഷോഭങ്ങളും നടക്കില്ല. ആശപ്പെടുത്തുന്നില്ല എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഈ പറയുന്ന വ്യക്തിക്കാണെങ്കിലും EMS അതിൽ കൂടെ പോകുമ്പോൾ കണ്ണീര് വരല്ലേ ചെയ്തത്? അല്ല, കണ്ണുനീരല്ല, നിറഞ്ഞ കണ്ണുകളോടെ. കാരണം താൻ കൊണ്ടു നടന്ന തൻ്റെ സഖാക്കന്മാർ, തൻ്റെ സഹപ്രവർത്തകർ തന്നെ കാണാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വേദന മാത്രമാണ്. 1957 സ്ഥാനം അയാളെ കൊതിപ്പിച്ചിട്ടില്ല. 1957 താങ്കൾ പറയുന്നുണ്ട്. ഈ 57 ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് 1947 മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. തീർച്ചയായും. അതിൻ്റെ നേതാവ് ആരായിരുന്നു? അന്ന് അഖിലേന്ത്യാ ലെവലിൽ തന്നെ അനേകം ബ്രിട്ടീഷുകാർ ചാർജ് ചെയ്ത അനേകം ഗൂഢാലോചന കേസ്, മീരറ്റ് ഗൂഢാലോചന അടക്കമുള്ള കേസിലെ പ്രതികളെല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെയായിരുന്നു. SK ഡാങ്കെ അടക്കം. SK ഡാങ്കയും രണദിവയുമാണ്, അതുപോലുള്ള എല്ലാ നേതാക്കന്മാരും. ആദ്യം ഇവർ കോൺഗ്രസിനകത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് നിന്നു.
ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നത്. കോൺഗ്രസ്സുകാരായി വരികയും ഈ കോൺഗ്രസിൻ്റെ ഇതുകൊണ്ട് പോരാ, നയം പോരാ, സമൂഹത്തിന് ഗുണകരമാകാൻ എന്ന് കണ്ട് അത് സോഷ്യലിസ്റ്റ് നയമാണെന്ന് പ്രഖ്യാപിക്കുക. പിന്നീട് സോഷ്യലിസ്റ്റ് നയം കൊണ്ടും തങ്ങൾ വിശ്വസിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാവില്ല എന്ന് കണ്ടപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ മാറിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട്. അവരാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത പലരും. ഇപ്പൊ ഈ RSSഉം ഇതിൽ പങ്കുണ്ടോ? RSSന്റെ നേതാക്കന്മാർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സ്ഥലത്തും ഒരു പങ്കുമില്ല. ഒരു പങ്കുമില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞ കോൺഗ്രസിനും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു പട്ടിക്കുഞ്ഞു വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചക്കുഞ്ഞു പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു സംഘ നേതാവിനും. സംഘത്തിന്റെ സ്ഥാപകനായ സവർക്കറൊക്കെ ഇപ്പോ പറഞ്ഞ പോലെ ജയിലിലൊക്കെ കിടന്ന ആൾക്കാരല്ല. സർവർക്കർ ജയിലിൽ കിടന്ന എന്തിനാ? അത് സർവർക്കർ തന്നെ പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്. എന്തിന് താൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിൻ്റെ സമരങ്ങളിൽ സത്യാഗ്രഹ പന്തലുകളിൽ പോയി എന്ന് ചോദിച്ചപ്പോൾ സർവർക്കർ പറഞ്ഞു, അവിടെ നമ്മുടെ ആളുകൾ കുറേ പേര് തെറ്റിദ്ധരിച്ച് ഈ സമരത്തോടു കൂടെ നിൽക്കുന്നുണ്ട്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിക്കാനാണ് ഞാൻ പോയത്, അല്ലാതെ ഞാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എതിരെ സമരം ചെയ്യാനല്ല പോയത്. അതുകൊണ്ടാണ് ഉടുപ്പ് കൂടാതെ ബ്രിട്ടീഷ് രാജ്ഞിയോട് പറഞ്ഞത്, ഞാൻ അങ്ങയുടെ ഭരണത്തെ പിന്താങ്ങിക്കോളാം, ഇനി അങ്ങയുടെ ഞാനും എൻ്റെ ആളുകളും അങ്ങയുടെ ദാസന്മാരെ തുറന്നോളാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അവർ ഒരു പൂച്ചക്കുഞ്ഞു പോലും നഷ്ടപ്പെട്ട ഒരു RSS നേതാവ് പോലും ഇല്ല. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഉണ്ട് താനും. അതിനകത്ത് കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും നേതാക്കന്മാർക്ക് ജീവിതം നഷ്ടപ്പെട്ടു, തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ തകർന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒത്തിരി പേരുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത്? 1947 മുമ്പ് ആശയങ്ങൾ എങ്ങനെ ഇവിടേക്ക് വന്നു? ആരാണ് ഈ ആശയങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്? എങ്ങനെ പോയാലും പുറത്തേക്ക് പോവാത്ത ആൾക്കാർക്ക് കഴിയില്ലല്ലോ. അന്ന് റഷ്യയിലും ജർമ്മനിയിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കുമ്പോൾ യൂറോപ്പിലേക്ക് പോയ ദാമോദരൻ അടക്കമുള്ള കുറേ ആളുകൾ, ദാമോദരൻ അടക്കമുള്ള കുറേ ആളുകളാണ് ഇങ്ങനെ ഒരു ആശയ സംഹിതയുണ്ട് എന്ന് കേരളത്തിന് പരിചയപ്പെടുത്തുന്നത്. അത് കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. അവർ കണ്ടത് തങ്ങൾക്ക് മോചനം നൽകുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരിക്കുന്നു. അവർ ആ പ്രത്യയശാസ്ത്രത്തെയാണ് എടുത്തത്. അന്ന് അത് ഈ ന്യൂനപക്ഷം മാത്രമാണ് ഈ സാമൂഹ്യ വിപ്ലവത്തിന് മുന്നിൽ എടുത്തതെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല പറഞ്ഞത്, ചരിത്ര തെളിവുകൾ അനുസരിച്ചാണ്. 1957 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി നടക്കുക. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചയായി കഴിഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നൊരു നേതാവ് ചോദിച്ചു, എങ്ങനെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? സഖാവ് M.M. ഗോവിന്ദൻ നായരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. M.M. പറഞ്ഞ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും. അപ്പോൾ ഒരു നേതാവ് ചോദിച്ചതെന്നാണ് പറയുന്നത്, ഡാങ്കിയാണോ ആരോ ആണ്, അതുപോലൊരു ഉന്നത നേതാവ് ചോദിച്ചെന്ന് തന്നെ. ആ സ്വപ്നത്തിൽ എന്തിനാ രാജാവാകുന്നത്, നമുക്ക് ചക്രവർത്തി തന്നെ ആവാം അല്ലേ? കാരണം ഒരു ന്യൂനപക്ഷ പൊതുസമൂഹത്തിന് മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാരുള്ളൂ. ഇവർ അധികാരത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇപ്പൊ ഈ സവർക്കറിനൊക്കെ എതിർത്ത് പറയാ ED വരുന്നുള്ള പേടിയൊക്കെ ഉണ്ടോ? ED വരുന്ന പോക്കറ്റിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടതുള്ളൂ. പിന്നെ ED അവിടേക്ക് ED വന്നാലും ആ ഭയമൊന്നുമില്ല. എനിക്കിപ്പോൾ ED വരുന്നു എന്ന് ഭീഷണി ഇപ്പോൾ അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ പലരും പറയുന്നത് കേൾക്കാം, ഇയാളൊക്കെ ഗോകുലം ഗോപാലിനൊക്കെ നിലപാടില്ലാത്തത് കൊണ്ടാണ് മാപ്പ് പറഞ്ഞത്, അത് തെറ്റാണ്, നിലപാട് വേണമെന്നൊക്കെ ചിലവർ വലിയ നീളത്തിൽ പറയുന്നേക്കാം. ഞാൻ അതിനകത്ത് ഗോപാലിനും ഇവനുമൊക്കെ എടുത്ത നിലപാടിനോട്, പൃഥ്വിരാജിനുമൊക്കെ എടുത്ത നിലപാടിനോട് ഞാൻ അനുകൂലിക്കുന്നവനാണ്. കാരണം ജീവിതത്തിൽ ഇപ്പോഴും അനുകൂലിക്കുന്നു. അവർ അത് പിൻവാങ്ങാൻ അവരെടുത്ത് കാണിച്ച തന്ത്രത്തെ പോലും ഞാൻ അനുകൂലിക്കുന്നു. കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല, ഈ വല്ലാത്ത കാലത്ത് ഇവർ ഇത്രയെങ്കിലും പറയാൻ കാണിച്ച ധൈര്യവും ആ ധൈര്യം മൂലമുണ്ടായ ഒരു ചർച്ചയുമാണ് ഞാൻ പ്ലസ് പോയിൻ്റേക്ക് വന്നത്. അല്ലാതെ അവർ മാപ്പ് പറഞ്ഞതിനെ ഞാൻ വലിയൊരു കുറ്റമായി കാണുന്നില്ല. അല്ല, പൃഥ്വിരാജ് ഒന്നും മാപ്പ് പറഞ്ഞിട്ടില്ല. ഗോപാലൻ മാപ്പ് പറഞ്ഞു, പിന്നെ അവർ സ്വയം സെൻസർ ചെയ്തു. കാരണം ജീവിതം മുഴുവൻ തീരും, കത്തിച്ചളയും, മുഴുവൻ തീരും. പൃഥ്വിരാജിന് സിനിമാ രംഗത്ത് പോയിട്ട് ഒന്നും ഉണ്ടാവില്ല. പൃഥ്വിരാജ് സിനിമയല്ല, ഇല്ലെങ്കിൽ ഇവിടെ ആരാ പൃഥ്വിരാജിനെ അറിയുന്നത്? ഗോപാലന് അയാളുടെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഇന്ത്യ മുഴുവൻ അയാൾ കെട്ടിപ്പടുത്ത വലിയൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട്. അത് ഒരു നിമിഷം കൊണ്ട് തകരും. ഇവർക്ക് ആർക്കും അയാളെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഒരു താൽക്കാലിക പിന്മാറ്റം,
യുദ്ധത്തിൽ മുന്നോട്ട് പോകുക മാത്രമല്ല തന്ത്രം, പിന്നോട്ട് വരുന്ന ഒരു തന്ത്രമാണ്. അതുകൊണ്ടാണ് എം.എൻ. വിജയൻ മാഷ് ഒരിക്കൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, എനിക്കതൊരു വലിയ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. വിജയൻ മാഷ് പറഞ്ഞു, ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ കുട്ടി ക്ലാസ്സിന് പുറത്തു പോയാലും ചോദിച്ച ചോദ്യം ആ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഇ.പി. ജയരാജനും ഈ പറഞ്ഞ പോലെ ആളും ആളുടേതായിട്ടുള്ള ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വെട്ടേറ്റിട്ട് വീണൊരു കക്ഷിയാണ്. അതിനു മുമ്പും അതിന് ശേഷവും അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എനിക്കത് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. സി പി എമ്മിനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടും ഇ.പി. ജയരാജനെ പോലുള്ള നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായിട്ട് നിങ്ങൾ കൂട്ടിക്കെട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളിത് പറയാൻ കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്താണെന്നോ അറിയാത്തതുകൊണ്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറയുമ്പോൾ ഇ.പി. ജയരാജനെ അതിനകത്ത് വലിച്ച് കയറ്റേണ്ട ഒരു കാര്യമില്ല. ഇ.പി. ജയരാജൻ നല്ലൊരു അത്യാവശ്യം കുറച്ച് സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള, ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പുസ്തകം വായിക്കുമ്പോൾ അതിൽ ചില സത്യങ്ങൾ നല്ല രീതിയിൽ വെളിപ്പെടുത്തിയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. RSS നമ്മൾ ചില ശബ്ദങ്ങൾ ഉയർത്തുമ്പോൾ അത് RSSനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതും അത് ചില സത്യങ്ങളായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ വീക്ഷണപാതയിലൂടെ തന്നെയല്ല അത് തിരിച്ചറിയുന്നത്. അത് സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്നു. പറയേണ്ടത് പറയുമ്പോൾ അത് ശത്രു മുതൽ. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ കാര്യങ്ങളെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് അദ്ദേഹം. അല്ല, അതാ ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാ? അല്ല, അദ്ദേഹം പറയുന്നത് CPM-നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഇപ്പോൾ ഞാൻ CPM-നെ വിമർശിക്കുന്നവനാ. 87 മുതൽ CPM-ന് എതിരെയുള്ള രാഷ്ട്രീയ നിലപാടുമായിട്ട് നിൽക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ തമാശയെങ്കിലും പറയാറുണ്ട്, ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസോടുകൂടി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് CPM-നെ വിശേഷിപ്പിക്കാറില്ല. കാരണം അവരുടെ പുതിയ പാർട്ടി നയം കമ്മ്യൂണിസത്തിനെതിരാണ്. അവർ തന്നെ സ്വയം സമ്മതിക്കുന്നു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നയം നടപ്പാക്കാനല്ല എന്ന്. അപ്പം പിന്നെ ഇ.പി. ജയരാജൻ ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുള്ള ചില ഇഷ്യൂസാണ്. എനിക്ക് അതിനൊത്ത പ്രതിഫലം കിട്ടിയില്ല എന്ന്. ഇ.പി. ജയരാജനാണെങ്കിലും പി ജയരാജനാണെങ്കിലും ഇപ്പം ജി സുധാകരൻ പോലും. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ചെറുപ്പക്കാരും ആ പുസ്തകം വായിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വർഗീയത എത്രത്തോളം ശക്തിപ്പെടുന്നു എന്നുള്ളതിന്, അതേപോലെ തന്നെ ആ വർഗീയതനെ എത്രത്തോളം നമ്മൾ വീക്ഷണബോധത്തോടു കൂടി അതെങ്ങനെ ചെറുത്ത് നിൽക്കണം എന്നുള്ളതും അതിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇ.പി. ജയരാജൻ എന്ന എൻ്റെ മുൻ സഖാവ് വർഗീയതയുടെ ഇരയാക്കപ്പെട്ട മനുഷ്യനാണ്, വർഗീയ ആക്രമണങ്ങളുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അപകടം നന്നായിട്ട് തിരിച്ചറിയാം. എങ്ങനെയാണ് അവർ കണ്ണൂർ മേഖലയിൽ ഇതിനെതിരെ ദിനേശ് ബീഡിക്കെതിരെ സാധു ബീഡി എന്ന മംഗലാപുരത്തു നിന്നുള്ള ബീഡിക്ക്, മാംഗ്ലൂർ ബീഡി എന്ന് പറയുന്ന ബീഡി മുതലാളിക്ക് വേണ്ടി സംഘത്തെ ഉപയോഗിച്ച് ദിനേശ് ബീഡി തൊഴിലാളികളെ ആക്രമിച്ച അനുഭവങ്ങളുടെ ബലിയാടാണ് ഇ.പി.യുടെ കുടുംബം അടക്കമുള്ളവർ, മാതാപിതാക്കന്മാരടക്കമുള്ളവർ. അതുകൊണ്ട് അദ്ദേഹത്തിനറിയാം ശരിക്കും സംഘം എത്രത്തോളം ദ്രോഹം ചെയ്യുമെന്ന്, സമൂഹത്തിൽ എങ്ങനെ അവർ കാർന്നു തിന്നുമെന്നും അവർ സമൂഹത്തിൽ എങ്ങനെയൊക്കെ കടന്നു വരുമെന്നും അവർക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ വെട്ടേറ്റതിന് ശേഷം RSSനെതിരെ അദ്ദേഹം എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പി ജയരാജൻ്റെ നിലപാട്, പി ജയരാജൻ മാത്രമല്ല വെട്ടേറ്റപ്പെട്ട് വീണിട്ടുള്ളത്. അതിനകത്ത് ഒത്തിരി സഖാക്കന്മാർ അന്ന് BJPക്ക് എതിരെ എടുത്ത നിലപാടുകൊണ്ട് വെട്ടേറ്റ് വീണിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് നാട്ടിൽ ഒരു മനുഷ്യൻ പോലും ചി എന്ന് പറയാത്ത SFIയുടെ നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നൊയമ്പ് ഓണം കൂടാൻ വീട്ടിൽ വന്നതാണ്. ഒറ്റ മകനാണ് കുടുംബത്തിലെ. അച്ഛനും അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ആ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് RSകാർ. അതുപോലെ ഒത്തിരി പാവപ്പെട്ട സഖാക്കന്മാർ. അല്ല, മറ്റേ ഇവരുടെ ഭാഗത്തുനിന്നും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതെ, തിരിച്ചടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ കാലഘട്ടത്ത് ഒരു ഈ പറയുന്ന പോലെയുള്ള ഒരു നല്ലൊരു പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന, നല്ലൊരു പോരാളി എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മൈൻഡിൽ? എനിക്കത് തീരെ യോജിപ്പില്ലാത്ത ഒരു ചോദ്യമാണ്. കാരണം ഒരു പ്രത്യയശാസ്ത്രവും ഒരു വ്യക്തിയധിഷ്ഠിതമല്ല. ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല നമ്മളൊരു പ്രത്യയശാസ്ത്രത്തിന് ഉദ്ദേശിച്ചിട്ടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടേണ്ടതില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള പോരാട്ടത്തിന് ആരെങ്കിലും മുതിർന്നിട്ടുണ്ടോ? ഒത്തിരി സ്ഥലങ്ങളിൽ
നടക്കുന്ന സമരങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ട ചില വ്യക്തികളുണ്ട്, ആളുകളെ ഒരുമിച്ച് കൂട്ടി. അത് ചിലപ്പോൾ ഒരു കോറി സമരമായിരിക്കാം, ഒരു മണ്ണ് മാഫിയ വിരുദ്ധ സമരമായിരിക്കാം, അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു സമരമായിരിക്കാം. ആ സമരമൊന്നും മീഡിയകളുടെ മുമ്പിൽ വരുന്നില്ല. പക്ഷെ ഒറ്റപ്പെട്ട ചില വ്യക്തികളായിരിക്കും ആ സമരത്തെ മുഴുവൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ വ്യക്തികളില്ല എങ്കിൽ ഇവിടെ ഒരു എതിർ ശബ്ദങ്ങളെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വ്യക്തികളുണ്ടെന്ന് ഉറപ്പാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഓരോ സ്വാതന്ത്ര്യത്തിന് ശേഷവും മറ്റൊരു വിപ്ലവം കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? ഒരു വിപ്ലവവും ഒറ്റയടിക്ക് പൂർണ്ണമാകുന്നില്ല. ഓരോ വിപ്ലവത്തിന് ശേഷം മറ്റൊരു സ്വാതന്ത്ര്യത്തെ കാത്തിരിക്കുന്നു. അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നിരന്തരമായ സ്വാതന്ത്ര്യം ഒരിക്കലും ലഭ്യവുമല്ല. സാധനം ലഭ്യമാകുന്നവരെയും പോരാട്ടം തുറന്നുകൊണ്ടിരിക്കുന്നു. ലഭ്യമാണ്, ആ ലഭ്യമാകുന്നവരെയും പോരാട്ടങ്ങൾ തുറന്നുകൊണ്ടിരിക്കും. പോരാടാത്തവർ ബുദ്ധിമാന്മാരാണോ? ഇന്നത്തെ സമൂഹത്തിൻ്റെ കണക്കിൽ നിന്ന് നോക്കിയാൽ പോരാടാത്തവർ ഒരു കണക്കിൽ ബുദ്ധിമാന്മാരാണ്. കാരണം അവർ ഒരു ത്യാഗവും കഷ്ടതയും അനുഭവിക്കുന്നില്ല, ഗുണങ്ങളെല്ലാം അവരനുഭവിക്കുകയും ചെയ്യും.